ജയ് സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കുടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ അത്യന്തം ഭക്തിയോടെ നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഗുരു, ചിലർ പറയുന്നു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ട് എന്ന്. എന്നാൽ ഗുരു നമ്മുടെ ഉള്ളിലെടുക്കുന്ന തയ്യാറെടുപ്പാണ്. നാം അതിന് യോഗ്യരായിരിക്കണം. നമ്മുടെ ഇന്ദ്രിയ നില തികച്ചും തയ്യാറായിരിക്കണം. അപ്പോൾ ഗുരുവിനുള്ള നിമിത്തം നമ്മുടെ നേരെ മുന്നിൽ വന്നു നിൽക്കും. നാം മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നതേയില്ല. നാം നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണ ശേഷിയെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇന്ദ്രിയ നിയന്ത്രണം എന്നാൽ നമ്മുടെ ആന്തരിക അവസ്ഥ, ഗ്രാസ്പിംഗ് ലെവൽ. എത്ര ജന്മങ്ങളെടുത്ത അനുഭവം കൊണ്ടാണ് നമുക്കത് പ്രാപ്തമാവുന്നത്. എത്ര ജന്മങ്ങളോളം നമ്മുടെ ആധ്യാത്മസ്ഥിതിയിൽ അഭിരുചി ഉണ്ടാവുമോ, അധ്യാത്മ കാര്യങ്ങളിൽ നാം ശ്രദ്ധ പതിപ്പിക്കുന്നുവോ, അതിൻ്റെ പുറകിൽ നാം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അനുഭവം നേടിയ ശേഷം ആ അനുഭവങ്ങളുടെ പ്രത്യാഘാതം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുന്നു. അതുകൊണ്ട് ആത്മാവിനെ പ്രാപ്തമാക്കാനും മോക്ഷത്തിലേക്ക് പോകാനും വേണ്ടി നാം എത്രയേറെ ജന്മങ്ങളോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം ഈ ജന്മത്തിൽ നമ്മുടെ ആന്തരിക പരിധി, ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്, അത് വളരെ ഉയർന്ന ലെവലിലേക്ക് പോകും. ഇതിനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് നാം പറയുന്നത്. നിമിത്തം എന്നാൽ ഗുരുവിനെയോ അഥവാ സദ്ഗുരുവിനെയോ ലഭിക്കുന്നത് നിമിത്തം എന്ന് പറയുന്നില്ലേ? രണ്ടും ഒരുമിച്ച് ചേരേണ്ടതാണ്. രണ്ടും യോജിക്കേണ്ടി വരും. അപ്പോഴേ കാര്യം സിദ്ധമാവൂ. അതായത് ശിഷ്യന് ഗുരുവിനോട് അനുബന്ധം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ അവർക്ക് എന്തെങ്കിലും പ്രാപ്തമാവുകയുള്ളൂ ഗുരുവിൻ്റെ വഴിയായി. ഇല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കില്ല. സോ ഇത് രണ്ട് വിധ ചിന്തകളാണ്. ചിലരിങ്ങനെ പറയും, എനിക്ക് ഗുരുവിൻ്റെ ആവശ്യമേ ഇല്ല എന്ന്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഗുരു നേരെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. നാം എന്തിനാണ് അവരെ തേടിപ്പോവേണ്ട ആവശ്യം? നാം എന്തിനാ അവരുടെ മുന്നിൽ പോയി നിൽക്കണം, അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം? അതായത് ശബരിക്കും അഹല്യയ്ക്കും കേവട്ടിനും ശ്രീരാമചന്ദ്രന് നേരെ മുന്നിൽ പ്രത്യക്ഷമായില്ലേ, എന്നിട്ട് അവരെ വീണ്ടെടുത്തില്ലേ? നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവേണ്ട സമയം വരുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും. നാം വെറുതെ ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള വിചാരത്തിലാണ് ധാരാളം ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, നിങ്ങൾ ശബരിയെ പോലെയാണോ, അതോ അഹല്യയെ പോലെയാണോ, കേവട്ടിനെ പോലെയാണോ? ഇത് സംസാരിക്കാനുള്ളതാണ്, ഇതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. വെറുതെ എക്സ്ക്യൂസ് പറയുന്നു, എന്നിട്ടും ഇതും ചെയ്യില്ല അതും ചെയ്യില്ല. ഏതെങ്കിലും ഒരു നല്ല ഗുരു, സദ്ഗുരു മുന്നിൽ വന്ന് നിന്നാലും എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉദാസീനപ്പെടുത്തും. അവർക്ക് ആ ഗുരു ശരിയാണോ അല്ലേ എന്നറിയുന്നില്ല. അവരുടെ തോന്നൽ ഇതാണ്, നാം നമ്മുടെ മുന്നേറ്റം സ്വയം നേടിയെടുക്കണം, കണ്ടുപിടിക്കണം എന്ന്. കേട്ടിട്ടില്ലേ? ഉപായ ദാൻ കാ നാം ലേക്കേ വോ ജോ ഝോടേ നിമിത് പായേന ഹി സിദ്ധാന്ത് കോ രഹേ ഭ്രാന്തി മേ സ്ഥിത്. ശ്രീമദ് രാജചന്ദ്രനാണ് ഇത് പറഞ്ഞത്. അവർ സ്വന്തം മുന്നേറ്റത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിമിത്തം എന്താണോ അത് പ്രകാരം എല്ലാം നടക്കട്ടെ, എനിക്കിപ്പോൾ ഗുരുവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ മിഥ്യയായിരിക്കും. ഒരിക്കലും അവർക്ക് സിദ്ധസ്ഥിതിയിലെത്താൻ സാധിക്കില്ല. ഇത് ഒരു പ്രവചനമാണ് ജ്ഞാനികളുടെ. ഈ മിഥ്യയിൽ നിന്ന് നാം വിമുക്തരാവണം. നമ്മുടെ മുന്നേറ്റത്തിനായി നാം തയ്യാറായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. മറ്റൊരു വശത്ത് നിമിത്തവും തേടിക്കൊണ്ടിരിക്കേണ്ടതാണ്. ശ്രീമദ് രാജചന്ദ്രൻ ഇതും പറഞ്ഞിട്ടുണ്ട്, നാം വേറെ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ഒരു സദ്ഗുരുവിനെ അന്വേഷിക്കൂ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ നിങ്ങളുടെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ചരണങ്ങളിൽ ശരണം പ്രാപിക്കൂ. എന്നിട്ടും നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പക്കൽ വരിക. അദ്ദേഹം ഇങ്ങനെ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു. സോ
സജ്ജനങ്ങളുടെ കടമ മറ്റൊന്നും കൂടിയുണ്ട്. അവർ എപ്പോഴും നിമിത്തത്തിനായി അന്വേഷിച്ചു കൊണ്ടിരിക്കണം. സത്പുരുഷന് വേണ്ടി അന്വേഷിക്കണം. നിമിത്തം സമാഗതമായില്ലെങ്കിൽ നിങ്ങൾ ചുറ്റി 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 തിരിഞ്ഞുകൊണ്ടേയിരിക്കും. മോക്ഷദാതാവിനെയാണ് ആവശ്യം. മോക്ഷം പ്രാപ്തമാക്കാൻ വളരെയധികം സുലഭമാണ്. പക്ഷേ മോക്ഷദാതാവിനെ ലഭിക്കുന്നതും ജ്ഞാനിയെയും സത്പുരുഷനെയും ലഭിക്കുന്നതും വളരെ വളരെ ദുർലഭമാണ്. കാരണം അങ്ങനെയുള്ളവരില്ല. യഥാർത്ഥ ആത്മജ്ഞാനികൾ ഇപ്പോഴെങ്ങും തന്നെ ഇല്ല. ശബ്ദജ്ഞാനി, ശാസ്ത്രജ്ഞാനി, ഇങ്ങനെ 1000 ജ്ഞാനികളെ ലഭിക്കുമായിരിക്കാം. എന്നാൽ ആത്മാവിനെ പരിചയപ്പെടുത്തി നമുക്ക് ആത്മാവിന്റെ അനുഭവം ഉണ്ടാക്കി തരുന്നവർ, ഇവരെ ലഭിക്കുന്നതിനേക്കാൾ മികച്ച അനുഭവം മറ്റൊന്നും തന്നെയില്ല. എനിക്ക് പ്രാപ്തമാക്കി തന്ന വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് യഥാർത്ഥ ജ്ഞാനി. അതുപോലെയുള്ള യഥാർത്ഥ ജ്ഞാനി ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അപ്പോഴേ എല്ലാം അർത്ഥവത്താവുകയുള്ളൂ. ചിലപ്പോൾ നാം തയ്യാറായിരിക്കും, അപ്പോൾ ജ്ഞാനി ഉണ്ടാവില്ല. ജ്ഞാനിയെ കിട്ടുമ്പോൾ നാം മനുഷ്യജന്മത്തിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. മനുഷ്യജന്മത്തിലായിരുന്നാലും ജ്ഞാനിയുടെ സമീപം എത്തിയിട്ട് അവരുമായി അനുബന്ധമുണ്ടാവണം. അവരോട് നമുക്ക് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. സമർപ്പണ മനോഭാവം, ആ മനോഭാവം ഉൽപ്പന്നമാവണം. ഇവയെല്ലാം ഒരുമിച്ച് ചേരേണ്ടതാണ്. അപ്പോഴേ ആരായാലും അവർക്ക് ആത്മാവിൻ്റെ ശരിയായ അനുഭവം അനുഭവിച്ചറിയാനാവും. ആർക്കും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നുണ്ടാക്കാൻ സാധിക്കില്ല. എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് കറക്റ്റാണ്. എല്ലാം സർക്കംസ്റ്റാൻസസും ഒരുമിച്ച് ചേരണം. എന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. മുന്നേറ്റം എന്തുമാത്രം ആവശ്യമാണോ അത്രയും നിമിത്തവും അത്യാവശ്യമാണ്. വെറും മുന്നേറ്റത്തെ മാത്രം എടുത്തുകൊണ്ട് നിമിത്തത്തെ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുന്നതല്ല. നിമിത്തത്തെ നിങ്ങൾ വലിച്ചെറിയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജ്ഞാനിയെ കിട്ടാതെ പോയാലും മുന്നേറ്റത്തിന് വഴി ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ അതിനെ പിടിവാശിയോടെ വലിച്ചെറിയുകയായിരുന്നു. വലിയൊരു വിടവുണ്ടാക്കിയിരിക്കുകയാണ്. ആ വിടവ് എന്നാണോ നികത്തുന്നത് അപ്പോഴേ നിങ്ങൾക്ക് പ്രാപ്തമാവൂ. അത് നിങ്ങളുടെ സ്വന്തമാക്കാൻ സാധിക്കും. കിട്ടിയ ചാൻസ് നിങ്ങൾ അപ്പോൾ കൈവിട്ട് കളഞ്ഞു. എന്നിട്ട് തലയിൽ അടിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സദ്ഗുരുവിനെ കിട്ടിയിട്ടും ഞാൻ ആ സന്ദർഭം പ്രയോജനപ്പെടുത്താതെ പോയല്ലോ എന്ന്. നിമിത്തത്തെ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിമിത്തവും വളരെ സ്ട്രോങ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കരുത്. വളരെ സ്ട്രോങ് ആയിരിക്കേണ്ടതാണ്. സ്വയം അത് പ്രാപ്തമാക്കിയവർ മറ്റുള്ളവർക്കത് പ്രാപ്തമാക്കി കൊടുക്കാനുള്ള സാമർഥ്യമുള്ളവരായിരിക്കണം. നിങ്ങൾക്കും ആത്മാവ് പ്രാപ്തമാവണം. നിങ്ങളുടെയും ആത്മാവിനെ അത് ഉണർത്തേണ്ടതാണ്. നിങ്ങളും നിരന്തര ആത്മപ്രാപ്തിയുടെ ലക്ഷ്യത്തോടെ ഇരിക്കണം. അപ്പോഴേ കാര്യം സാധ്യമാവൂ. ബാക്കി പലരും പറയാറുണ്ട്, ഞാൻ അത്തരം ജ്ഞാനിയാണ്, ഇത്തരം ജ്ഞാനിയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ മടിയിലേക്ക് അത് വീഴാതിരുന്നാൽ എന്താണ് പ്രയോജനം? നിങ്ങളുടെ പക്കൽ ലക്ഷങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കതിൽ നിന്ന് ഇത്ര പോലും കിട്ടാതെ പോയാൽ അതുകൊണ്ട് എനിക്കെന്താണ് ഉപയോഗം? എൻ്റെ കയ്യിൽ വീണാൽ മാത്രമേ എനിക്കതുകൊണ്ട് ഫലം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കുന്നതല്ല നിമിത്തം. നിമിത്തം എന്നാൽ നമ്മുടെ കാര്യവും നോക്കണം. കൂടെ തന്നെ മറ്റുള്ളവരുടെ കാര്യവും നാം നോക്കേണ്ടതാണ്. നാം കാരണം മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രയോജനമുണ്ടാവണം. അതിനെയാണ് യഥാർത്ഥ നിമിത്തം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യഥാർത്ഥ നിമിത്തം ഉണ്ടായെങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാവും. ഇങ്ങനെയുള്ള യഥാർത്ഥ നിമിത്തം യഥാർത്ഥ ജ്ഞാനി അഥവാ സത്പുരുഷൻ എന്നിവരായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നിമിത്തം എന്നതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഞാൻ ലക്ഷ്യങ്ങളൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല, അവ എൻ്റെ മുന്നിൽ വന്ന് പെടുകയായിരിക്കും. ഇത് വളരെ വളരെ ചുമതലയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് വളരെ വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ഒരു ദൃഷ്ടിയോടെ മാത്രം പ്രവർത്തിക്കരുത്, അനേക ദൃഷ്ടികളോടെ വേണം നാം പ്രവർത്തിക്കാൻ. നിരുപാധികമായ വർത്തമാനം പറയരുത്. ശ്രേഷ്ഠതയുണ്ടാവണം. പ്രവർത്തനത്തിലും അതുണ്ടാവണം. നിരുപാധികമായിരിക്കരുത്. നിരുപാധികമെന്നാൽ ആരെയും ബാധിക്കാതിരിക്കുക എന്നാണ്. ഒരു വാക്യത്തിന് എല്ലാവരുടെയും കാതുകളെ തുറക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി വളരെ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരുന്നതാണ്. എന്നാലേ മനസ്സിലാവുകയുള്ളൂ. അറിവിനെ തുറന്നുവിടൂ എന്ന് പറഞ്ഞാൽ അറിവായിരിക്കും സർവസ്വവും. ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. നിമിത്തമില്ലാതെ ഒരു കാര്യവും നടക്കില്ല എങ്കിൽ സാമർഥ്യം കൊണ്ട് നിമിത്തം ഉണ്ടാവുമോ?
സാമർഥ്യം കൊണ്ട് എല്ലാം നടക്കും എന്ന് കണക്ക് കൂട്ടുന്നതും ശരിയാവുകയില്ല. രണ്ടും യോജിച്ചിരിക്കണം. നമ്മുടെ സാമർഥ്യത്തെ എപ്പോഴും തയ്യാറാക്കി വെക്കണം. എന്നിട്ട് നിമിത്തത്തെ അന്വേഷിക്കൂ. സാമർഥ്യത്തെ തയ്യാറാക്കി വെച്ചാൽ നിമിത്തം സമാഗതമാവുമ്പോൾ നമുക്കതിനെ വലിച്ചെടുക്കാൻ സാധിക്കും. പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് സാമർഥ്യമില്ല, പിന്നെ ഈ ജോലികളൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം? അതും ശരി തന്നെയാണ്. നിങ്ങളുടെ പക്കൽ സാമർഥ്യമില്ലെങ്കിൽ എന്ത് തന്നെ ചെയ്താലും പ്രയോജനം ഉണ്ടാവില്ല. എന്നാൽ അതുകൊണ്ട് നിമിത്തം ഉണ്ടാവില്ല. സാമർഥ്യം മാത്രം മതിയെന്ന് പറയാനാവില്ല. നിമിത്തം പ്രാപ്തമാവും. എപ്പോഴാണ് പ്രാപ്തമാവുക? നാം തയ്യാറായിരുന്നാൽ നമുക്കതിനെ നമ്മുടേതാക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് നിമിത്തം എപ്പോഴാണ് ഉണ്ടാവുക എന്ന ആകാംക്ഷ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, നിങ്ങൾക്ക് സാമർഥ്യം കുറവായിരുന്നാലും പവർഫുൾ നിമിത്തം ലഭിക്കുന്നത് കാരണം നിങ്ങളുടെ സാമർഥ്യവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ലെവലിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് നിമിത്തം ലഭിച്ചിട്ടും നിങ്ങളുടെ സാമർഥ്യം കുറവാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ നിമിത്തത്തിന്റെ അരികിൽ ചെന്നിരിക്കൂ. അതിന്റെ ചരണങ്ങളിൽ വീണ് കിടക്കൂ. അപ്പോൾ നിങ്ങളുടെ കാര്യം പൂർത്തിയാവുന്നതാണ്. നിമിത്തം വളരെ ഉപകാരിയാണ്. ഒരു ജ്ഞാനിയെ ലഭിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല നിമിത്തം. അതിനേക്കാൾ മികച്ച നിമിത്തം മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ യോഗ്യത? നമുക്ക് ഒന്നേ വേണ്ടൂ. നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. നമുക്ക് ആത്മജ്ഞാനം വേണം, മോക്ഷം വേണം. അതാണ് നമ്മുടെ സർവപ്രധാനമായ യോഗ്യതയായിരിക്കേണ്ടത്. ദാദാജിക്ക് സ്വയം ഒരു നിയമം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ വളരെയധികം ജനങ്ങൾ വരാറുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തോട് പറയാറുണ്ട്, ഞങ്ങൾക്കും ആത്മീയതയുണ്ടാവണം, ഞങ്ങൾക്കും മോക്ഷം വേണം. എന്നാൽ എനിക്ക് എൻ്റെ പക്കൽ യാതൊരു യോഗ്യതയുമില്ല. ഞാൻ ഒട്ടും സാമർഥ്യമില്ലാത്ത മനുഷ്യനാണ്. ഞാനൊരു കർഷകനാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയുകയുമില്ല. എൻ്റെ പക്കൽ യാതൊരു ശാസ്ത്രജ്ഞാനവുമില്ല. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. എന്നാൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങയുടെ ചരണങ്ങളിൽ വന്നിരിക്കുകയാണ്. അവർ ദാദാജിയോട് പറയും, എൻ്റെ പക്കലുള്ള യോഗ്യത കൊണ്ട് അങ്ങേക്ക് എന്താണ് ചെയ്യാനാവുക? അങ്ങയുടെ അടുത്ത് വരാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടാവേണ്ടത്, എന്ത് പ്രാപ്തിയാണ് ഉണ്ടാവേണ്ടത് എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദാദാജി വളരെ സ്നേഹത്തോടെ ഉത്തരം പറയും, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നില്ലേ, അതാണ് നിങ്ങളുടെ യോഗ്യത. ജ്ഞാനിയുടെ സംസാരം എത്ര മികച്ചതാണ്! നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ലേ, അതാണ് നിങ്ങളുടെ യോഗ്യത. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ നേടാനാവും, പക്ഷെ ജ്ഞാനിയെ എവിടെ നിന്ന് കിട്ടും? എത്രയോ ജന്മങ്ങൾ അലഞ്ഞു തിരിഞ്ഞിരിക്കുന്നു, പക്ഷെ ജ്ഞാനിയെ കിട്ടിയോ? ജ്ഞാനിയെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്തുമാത്രം യോഗ്യതയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജ്ഞാനിയെ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് പുരുഷാർത്ഥമുണ്ടാവണം. ഈ ചാൻസ് വിട്ടുകളയാൻ പാടില്ല. ഈ ചാൻസ് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സർവ്വഭാവവും സമർപ്പണം ചെയ്ത് അവരുടെ പുറകെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. കണ്ടോ നിങ്ങൾക്ക് എന്താണ് പ്രാപ്തമാവാൻ പോകുന്നതെന്ന്? എന്നാൽ നാം അതിന് തയ്യാറായിരിക്കേണ്ടതാണ്. അതായത് നമ്മുടെ മനസ്സ് പരിപൂർണമായി സമർപ്പിക്കണം. കൂടാതെ ദാദാജിയുടെ പക്കൽ ഞങ്ങളെല്ലാവരും പോയിരിക്കുന്നു. ഞങ്ങൾക്കാർക്കും അതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു, അതിന് പാത്രരല്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. യാതൊരു ധർമ്മവും ചെയ്തിരുന്നില്ല. ധർമ്മത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ദൈവമുണ്ടെന്നതെല്ലാം വെറും അബദ്ധമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അമ്പലത്തിൽ പോകുന്നതെല്ലാം എനിക്ക് ബോറായിരുന്നു. തിന്നാനും കുടിക്കാനുമേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മത്തിലില്ലായിരുന്നു. ഞാൻ ജപിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, പൂജ ചെയ്യാറില്ല, വേറൊന്നും ചെയ്തിരുന്നില്ല. ഒന്നുമില്ല. ദൈവഭക്തിയില്ല, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല, പുരാണങ്ങൾ ഒന്നും തന്നെ അറിയില്ല. 0 ആയിരുന്നു, മൈനസ്. അതായിരുന്നു സ്ഥിതി. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദാദാജിയുടെ പക്കൽ ചെന്നത്. എന്നാൽ ദാദാജി അതൊന്നും അന്വേഷിച്ചില്ല. നീ എത്ര പഠിച്ചിട്ടുണ്ട്, എത്ര പാണ്ഡിത്യമുണ്ട്, നിനക്ക് വേറെ എന്തൊക്കെ അറിയാം എന്നൊന്നും, നീ പ്രാർത്ഥിക്കാറുണ്ടോ, ജപിക്കാറുണ്ടോ, പൂജ ചെയ്യാറുണ്ടോ, തപസ് ചെയ്യാറുണ്ടോ, ഉപവസിക്കാറുണ്ടോ എന്നൊന്നും എന്നോട് അദ്ദേഹം ചോദിച്ചിരുന്നതേയില്ല. ആത്മാവെന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൽ നിന്നാണ് കേട്ടത്. അതിനു മുൻപ് ഞാനത് കേട്ടിരുന്നതുമില്ല. മോക്ഷം എന്നാൽ എന്താണെന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു.
അതായിരുന്നു എന്റെ യോഗ്യത. എനിക്കുണ്ടായിരുന്നത് അജ്ഞതയായിരുന്നു, അജ്ഞത മാത്രം. യോഗ്യതയിൽ പ്ലസ് ഒന്നുമില്ലായിരുന്നു, എല്ലാം മൈനസ് ആയിരുന്നു. എന്നിട്ടും ഞാൻ ദാദാജിയുടെ പക്കൽ ചെന്നു. ദാദാജിയുടെ പക്കൽ ഈ കലിയുഗത്തിൽ ആര് പോയാലും അവരെല്ലാം മൈനസ് ഉള്ളവരായിരിക്കും. പ്ലസ് ഉള്ള ഒരാളെ വന്നിരുന്നുള്ളൂ, അതും 88% ഉണ്ടായിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ 1%, 0% എന്ന് മൈനസിൽ ചെന്ന് അവസാനിക്കും. 35% കിട്ടിയാലേ പാസ്സാവൂ. ഇവിടെ മൈനസ് ആണ് നേടേണ്ടത്. എന്നിട്ടും അദ്ദേഹം അവരെ പാസ്സാക്കി. കണ്ടില്ലേ എത്ര വിശാല മനസ്കരാണെന്ന്. മൈനസ് ആയിരുന്നവരെ പോലും പാസ്സാക്കി. എല്ലാവരും ലൗകിക യോഗ്യതയാണ് കാണാറുള്ളത്, എന്നാൽ അദ്ദേഹം ലൗകിക യോഗ്യത നോക്കാറില്ലായിരുന്നു. അദ്ദേഹം യോഗ്യതയായിട്ട് ഒന്നേ നോക്കാറുള്ളൂ: എന്നെ കണ്ടെത്തി, എന്നെക്കുറിച്ച് നിനക്ക് ചിന്തയുണ്ടായിരിക്കുന്നു, എന്നെക്കുറിച്ച് നീ ശ്രദ്ധിച്ചിരിക്കുന്നു, അത് ധാരാളം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ദാദാജിയുടെ പക്കൽ ഉത്തമമായ മാർഗമുണ്ടായിരുന്നു. വളരെ പവർഫുൾ മാർഗമാണത്, ഷോർട്ട് കട്ട്. നാം ഒന്നും ചെയ്യേണ്ടതില്ല, ജ്ഞാനിയുടെ ജ്ഞാനം എല്ലാം ചെയ്തുകൊള്ളും. ആദ്യമൊക്കെ ദാദാജി പറയാറുണ്ടായിരുന്നു, ഞാനും ആരംഭകാലത്ത് ക്രമീകൃതയോടെയാണ് എല്ലാവർക്കും ജ്ഞാനം പ്രാപ്തമാക്കി കൊടുത്തത് എന്ന്. 1960, 63, 64 കാര്യമാണിത്. 62, 63 കാര്യം. ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവർക്ക് ആത്മീകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ചെയ്യണം, അത് ചെയ്യണം. എന്നാൽ ആരും തന്നെ അതൊന്നും ചെയ്യാൻ സന്നദ്ധരായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വലിയൊരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നാം കുഴിക്കണം, പാറക്കല്ലുകൾ ഉടയ്ക്കണം എന്ന്. പക്ഷെ പലരും പകുതിയിൽ വെച്ച് മടങ്ങും, പിന്നീട് തിരിച്ചു വരാറേ ഇല്ല. കലിയുഗത്തിൽ അധ്വാനിക്കാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം കരുതി ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല. അതിനുശേഷം അദ്ദേഹത്തിന് വഴി ലഭിച്ചു: അക്രമാസക്തത. സ്റ്റുഡൻറ് പാസ് ആവാതിരുന്നാൽ മാസ്റ്റർ എന്താണ് ചെയ്യേണ്ടത്? അവനെ പരിശീലിപ്പിക്കണം, അല്ലെങ്കിൽ എന്താവും, ഒരു കുട്ടി പോലും പാസ്സാവില്ല. അതുപോലെ അദ്ദേഹവും പരിശീലിപ്പിച്ചു. മൈനസിലേക്കാണ് അവർ പോയത്. എന്തായാലും സാരമില്ല, അക്രമാസക്തമായ ജ്ഞാനം നേടൂ. ആത്മാവിൻ്റെ ഡയറക്റ്റ് നിശ്ചയം പ്രാപ്തമാക്കണമെങ്കിൽ അത് പ്രാപ്തമാക്കാനാവും. പിന്നീട് അത് മുകളിലേക്ക് കൊണ്ടുപോവാം. ക്രമീകൃത വ്യവഹാരം മുകളിലേക്ക് കൊണ്ടുപോകണം, പിന്നീട് ആത്മാവിനെ പ്രാപ്തമാക്കാമെന്നാണോ? അല്ല, ആദ്യം ആത്മാവിനെ പ്രാപ്തമാക്കണം. ആദ്യം ആത്മാവിൻ്റെ പ്രകാശവും ആത്മാവിൻ്റെ ജ്ഞാനശക്തിയും എല്ലാം പ്രകടമായതിനു ശേഷം വ്യവഹാരത്തെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇതാണ് അക്രമാസക്തമായ രീതി. അദ്ദേഹത്തിന് വിധിമുഖേന അക്രമാസക്തത എന്ന സിദ്ധി നാച്ചുറലായിട്ട് ലഭ്യമായി. അതാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഈ പവർ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടാവും. കാരണം അവർ പ്രവൃത്തിയിൽ തന്നെ സദാ നിലച്ചിരിക്കുന്നു, നിമിത്തഭാവത്തിലിരിക്കുന്നു. നിമിത്തം എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. ദാദാജി എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ ഒരു ശക്തിയും ഇല്ല, എല്ലാ നിമിത്തങ്ങളും നിമിത്തം എന്ന കാരണത്താലാണ് പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഒരു നിമിത്തമാണ്. ഞാൻ TV-യിൽ സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, ഇവയെല്ലാം നിമിത്തമാണ്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ്. ഇതും ഒരു നിമിത്തമാണ്. പിന്നീട് അതും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് അതിവേഗതയോടെ പോവുകയാണെങ്കിൽ, വ്യഗ്രത കാണിക്കുകയാണെങ്കിൽ, എൻ്റെ പക്കൽ തേടി വരികയാണെങ്കിൽ, അന്വേഷിച്ച് തേടിപ്പിടിച്ച് TV-യിൽ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ദീപം പ്രകാശിച്ചില്ലെങ്കിൽ നിങ്ങൾ അലഞ്ഞു തിരിയേണ്ടി വരും. കേൾക്കാൻ എല്ലാം നന്നായിരിക്കുന്നു, വളരെയധികം പരിവർത്തനമുണ്ടായിരിക്കുന്നു, എന്നാൽ നമ്മുടെ വിളക്ക് പ്രകാശിക്കുന്നത് വരെ എന്താണ് ഉണ്ടാവുക? നിങ്ങളുടെ വിളക്കിന് പ്രകാശം നൽകുന്ന വെളിച്ചത്തിനായി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വിളക്കും കൊണ്ടുവരേണ്ടതാണ്. പ്രത്യക്ഷമായി നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടതാണ്. അതല്ലാതെ എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമ അഥവാ TV ഇവയൊന്നും പ്രയോജനപ്പെടില്ല. 1 to 1 കാണേണ്ടി വരും. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ഫലമുണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈസി എന്ന് പറഞ്ഞത്? നിങ്ങൾ സ്വയം ആരാണെന്ന് മനസ്സിലാക്കി തരാനാണിത്. നിങ്ങളെ മനസ്സിലാക്കാനുള്ളതാണിത്, വേറൊരാളെ മനസ്സിലാക്കാനുള്ളതല്ല. നിങ്ങൾ സ്വയം ആരാണ് അതറിയാൻ വേണ്ടിയാണിത്. അറിയാതിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയുന്നത് മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വയം ഒരു ആത്മാവാണ്. നിങ്ങൾ പുതിയതായിട്ടൊന്നും സ്വന്തമാക്കുന്നില്ല. പുതിയതായിട്ടുണ്ടാവുക എന്നത് അസാധ്യമാണ്. അതായത് ആർക്കെങ്കിലും
ഡോക്ടർ ആവണം അഥവാ എഞ്ചിനീയർ ആവണമെങ്കിൽ 12-20 വർഷങ്ങൾ പഠിച്ച് ഡിഗ്രി വാങ്ങിയ ശേഷമേ അതിന് സാധിക്കുകയുള്ളൂ. അതിനുശേഷമേ ഒരാൾക്ക് ഡോക്ടർ ആവാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളോളം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, അവരാദ്യം മുതൽക്കേ ഡോക്ടറായിരുന്നോ? പിന്നീടല്ലേ ഡോക്ടറായത്? അധ്വാനത്തിന്റെ ഫലമായി. എന്നാൽ നിങ്ങളാണെങ്കിൽ പണ്ടു മുതൽക്കേ ആത്മാവ് തന്നെയാണ്. ഇതിൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, പുതിയതായി നേടാനും ഒന്നുമില്ല. നിങ്ങൾ ആരാണ് എന്നത് നിങ്ങൾ മറന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അജ്ഞതയെ മാറ്റി നിങ്ങളത് സ്വയം അനുഭവിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ പക്കൽ എല്ലാം ഉണ്ട്, ഒരു ഭണ്ഡാരം മുഴുവനുമുണ്ട്. എന്നാൽ അതിന്റെ വാതിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ദാദാജി മാസ്റ്റർ കീ തന്നിട്ടുണ്ട്. ഞാൻ ആ മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു തരുമ്പോൾ നിങ്ങളത് അനുഭവിച്ചറിയുന്നു. ഞാൻ ഒന്നും എൻ്റെ പേഴ്സിൽ നിന്നെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ ഇടുന്നില്ല. അതുകൊണ്ടാണ് അത് എളുപ്പമാവുന്നത്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയായ കാര്യമാണ്. എന്നാൽ അറിയാത്തവർക്ക് അത് വളരെ കഠിനമാണ്, വളരെ കഠിനമാണ്. അതുകൊണ്ട് ശ്രീമദ് ജിയും പറഞ്ഞിട്ടുണ്ട്, മോക്ഷം വളരെ വളരെ സുലഭമാണ് എന്ന്. എന്നാൽ മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന ജ്ഞാനിയെ ലഭിക്കുന്നത് വളരെ വളരെ ദുർലഭമാണ്. ദാദാജി പറയാറുണ്ട്, മോക്ഷം പ്രാപ്തമാക്കുന്നത് പച്ചടി ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് എന്ന്. പച്ചടി ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ ജ്ഞാനിയെ കിട്ടിയാൽ അത് വളരെ എളുപ്പമായി തീരുന്നു. എക്സ്പേർട്ടായ ഒരാൾക്ക് എല്ലാം ഞൊടിയിടയിൽ ചെയ്യാൻ സാധിക്കും. അതാണ് കാര്യം. എന്നാൽ നിങ്ങൾ സ്വയം അതിനായി തയ്യാറായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് ജ്ഞാനം ലഭിക്കണമെന്ന് ആർക്കാണോ വ്യഗ്രതയുള്ളത്, ആരാണ് അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, എനിക്ക് എപ്പോഴാണ് ജ്ഞാനിയെ ലഭിക്കുക, എപ്പോഴാണ് ജ്ഞാനിയെ ലഭിക്കുക, എനിക്ക് എപ്പോഴാണ് ജ്ഞാനം പ്രാപ്തമാവുക, അവർക്ക് ഇവയെല്ലാം തീർച്ചയായും ലഭിക്കുന്നതാണ്. എന്നാൽ അതിനായി വ്യഗ്രതയില്ലാത്തവരെല്ലാം പറയുന്നത് കേൾക്കുന്നു, അത് കാണുന്നു, അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങുന്നു. എല്ലാം ശരിയാണ്, വളരെ നല്ലതാണ് എന്ന് കിടന്ന് ഉറങ്ങുന്നു. വ്യഗ്രതയുള്ളവർക്ക് ഉറക്കം വരികയില്ല. എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുക, എപ്പോഴാണ് ലഭിക്കുക എന്ന് തോന്നും. മനസ്സിലായോ? ഇത് മനസ്സിലാക്കൂ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തെ ജയിലായി കാണുന്നു. ജയിൽ എന്നാൽ എന്താണ്? തടവുപുള്ളിക്ക് ജയിൽ എങ്ങനെ ഉണ്ടാവും? താമസിക്കും, തിന്നാം, കുടിക്കാം, ഉറങ്ങാം. എന്നാൽ ഒരു ക്ഷണം പോലും അയാൾക്ക് അവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടാവില്ല. എപ്പോഴും ബന്ധനം ബന്ധനം മാത്രമായിരിക്കും തോന്നുക. അവർക്ക് തോന്നും, എപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് വിമുക്തനാവുക, എപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പുറത്തു പോകുക, ആരാണ് എന്നെ മോചിപ്പിക്കുക എന്ന്. അവരതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അതുപോലെ ഈ ലോകവും ഒരു ജയിലാണ്. ഈ ജയിലിൽ ഞാൻ ബന്ധനത്തിലാണ്. ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഒരു ജ്ഞാനിയെ ലഭിക്കണം. എന്നാൽ എനിക്ക് ജന്മജന്മങ്ങളായി അനേകം ജന്മങ്ങളായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് വിമോചിതയാവാം. ഒരു വ്യക്തിക്ക് വിമോചിതൻ ആവണം എന്ന് ജിജ്ഞാസയുണ്ടെങ്കിൽ ഇത് ബന്ധനമാണ്, ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ടതാണ്. ഇതല്ലാതെ മനുഷ്യ ജീവിതത്തിൽ എനിക്ക് വേറൊരു ജയിലും ഇല്ല. ഇങ്ങനെയുള്ള വ്യഗ്രത ആരുടെ മനസ്സിലാണോ ഉള്ളത്, അവർക്ക് എങ്ങനെയെങ്കിലും ജ്ഞാനി നേരെ മുന്നിൽ വന്ന് തന്നെ നിൽക്കും. എന്നിട്ട് അവർക്ക് വിമോചനം നൽകും. എങ്ങനെയെങ്കിലും അവർക്ക് ജ്ഞാനിയെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുള്ള നിമിത്തവും ഉണ്ടാവും. ജ്ഞാനിയെ ലഭിക്കും, സത്പുരുഷന്മാരെ ലഭിക്കും. അങ്ങനെ അവരുടെ ആഗ്രഹം സാധ്യമാവും. നിങ്ങൾക്കും ആ ജ്ഞാനം പ്രാപ്തമാക്കാൻ സാധിക്കും. ജയ സച്ചിദാനന്ദ.